അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ള ഉസ്താദുമാരെ, പ്രിയമുള്ള കൂട്ടുകാരെ, മക്കയിലെ പ്രമുഖ ചന്തയായ ഉക്കാൽ ചന്തയാണ് രംഗം. എങ്ങും ശബ്ദകോലാഹലങ്ങൾ. വിവിധ ദേശങ്ങളിൽ നിന്ന് കാഫിലകൾ വ്യാപാരത്തിന് എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ തരം വസ്തുക്കൾ വിൽപ്പനയ്ക്ക് നിരത്തി വച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് അടിമക്കച്ചവടം തകൃതിയായി നടക്കുന്നു. അടിമക്കച്ചവടം എങ്ങും സാധാരണമാണ്. ആവശ്യക്കാർ തനിക്ക് ഇഷ്ടമുള്ള അടിമകളെ വില കൊടുത്ത് വാങ്ങിക്കുന്നു. അവരെ കൊണ്ട് കഠിന ജോലികൾ ചെയ്യിപ്പിക്കാം. പട്ടിണിക്കിടുകയോ അടിക്കുകയോ കൊല്ലുകയോ എന്തുമാവാം. ആരും ചോദ്യം ചെയ്യില്ല. 400 ദിർഹം, 400 ദിർഹം. അടിമക്കച്ചവടക്കാരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 8 വയസ്സുള്ള ഒരു കൊച്ചു ബാലനെയാണ് അദ്ദേഹം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. 400 ദിർഹമിന് ആ കൊച്ചു കുഞ്ഞ് വിൽക്കപ്പെട്ടു. മക്കയിലെ സമ്പന്ന റാണിയായ ഖദീജയ്ക്ക് വേണ്ടി തൻ്റെ സഹോദര പുത്രനാണ് കുട്ടിയെ വാങ്ങിച്ചത്. സെയ്ദ്, അതായിരുന്നു അവൻ്റെ പേര്. സെയ്ദും തൻ്റെ മാതാവും ബന്ധുവീടുകളിലേക്ക് പോകവേ വയൽ വെച്ച് അവരെ ബനൂ ഖൈം ഗോത്രക്കാർ കണ്ടുമുട്ടി. അക്രമകാരികളായവർ സെയ്ദിൻ്റെ മാതാവിൻ്റെ കയ്യിൽ നിന്നും അവനെ തട്ടിയെടുത്ത് ഉക്കാദിലെ അടിമക്കമ്പോളത്തിൽ കൊണ്ട് വിൽക്കുകയായിരുന്നു. ഇതിനിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ തൻ്റെ അടിമ ബാലനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു. അതോടുകൂടി സെയ്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായി തീർന്നു. കാലം കടന്നുപോയി. ഒരു ഹജ്ജ് വേള. ബനൂ ഖുലൈം ഗോത്രത്തിലുള്ള സംഘം സെയ്ദിനെ കണ്ടുമുട്ടുകയും തങ്ങളുടെ കൂട്ടുകാരൻ ഹാരിസിന്റെ പുത്രനാണെന്ന് തിരിച്ചറിയുകയും നാട്ടിൽ വിവരം അറിയിക്കുകയും ചെയ്തു. വാർത്ത എങ്ങും പരന്നു. സെയ്ദിന്റെ കുടുംബം ആഹ്ലാദത്തിൽ ആറാടി. എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് കരുതിയ തൻ്റെ പൊന്നു മോനെ തിരിച്ചു കിട്ടാൻ പോകുന്നു. അധികം താമസിച്ചില്ല. സെയ്ദിന്റെ പിതാവ് തൻ്റെ സഹോദരനെയും കൂട്ടി ഉടൻ മക്കയിലെത്തി. എവിടെയാണ് മുഹമ്മദ്? അദ്ദേഹം ആളുകളോട് ചോദിച്ചു. ആര്? അൽ അമീനോ? പള്ളിയിൽ കാണാം, അവർ പറഞ്ഞു. ഹാരിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ച് പരിശുദ്ധ ഹറമിലെത്തി. ഓ മക്കയുടെ നേതാവിൻ്റെ മകനെ, എന്നോട് കരുണ കാണിക്കണം. ഞാൻ എൻ്റെ മകൻ്റെ കാര്യം ഉണർത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. അവനെ എനിക്ക് വിട്ടുതരണം. ദയവ് ചെയ്ത് അത് നിങ്ങൾ വിലക്ക് കൽപ്പിക്കരുത്. തീർച്ചയായും അങ്ങയുടെ അടുത്തേക്ക് തന്നെ ഞാനവനെ തിരിച്ചെത്തിക്കാം. ആരെക്കുറിച്ചാണ് താങ്കൾ പറയുന്നത്? അവിടുന്ന് ചോദിച്ചു. അങ്ങയുടെ അടിമ ബാലൻ സെയ്ദ് ബിൻ ഹാരിസയെ കുറിച്ചാണ്. അവർ പറഞ്ഞു. സെയ്ദിനെ ഹാജരാക്കപ്പെട്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, സെയ്ദ് നിങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സെയ്ദിനോട് ചോദിച്ചു, മകനെ, നീ ഇവരെ അറിയുമോ? സെയ്ദ് പറഞ്ഞു, അറിയും. ഇതെൻ്റെ പിതാവും ഇവർ പിതൃവ്യ സഹോദരനുമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സെയ്ദിനോട് പറഞ്ഞു, മകനെ, തീർച്ചയായും എന്നെക്കുറിച്ച് നിനക്കറിയാം. എൻ്റെ സഹവാസത്തെക്കുറിച്ച് നിശ്ചയമായും നീ അറിവുള്ളവനാണ്. ഇവരെ കുറിച്ച് നിനക്കറിയാം. ഇത് നിന്റെ പിതാവും ഇവർ പിതൃവ്യ സഹോദരനുമാണ്. അതുകൊണ്ട് നീ തന്നെ സ്വയം തിരഞ്ഞെടുക്കുക. നിന്റെ കുടുംബത്തിലേക്ക് മടങ്ങാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിനക്ക് മടങ്ങാം. എൻ്റെ കൂടെ കഴിയാനാണ് ഇഷ്ടമെങ്കിൽ എൻ്റെ കൂടെ കഴിയുകയും ചെയ്യാം. എന്തൊരു നീതിപൂർവകമായ തീരുമാനം! ആളുകൾ ആകാംക്ഷഭരിതരായി. ഏവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് സെയ്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ അങ്ങയല്ലാതെ മറ്റാരും തിരഞ്ഞെടുക്കുകയില്ല. അങ്ങയെ ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുമില്ല. സെയ്ദിന്റെ പിതാവിന് നിയന്ത്രിക്കുവാനായില്ല. സെയ്ദേ, നിനക്ക് നാശം! സ്വാതന്ത്ര്യത്തെക്കാൾ നീ അടിമത്തത്വയാണ് ആഗ്രഹിക്കുന്നത്. നിന്റെ മാതാപിതാക്കളിലേക്കും കുടുംബത്തിലേക്കും മടങ്ങാൻ നീ ആഗ്രഹിക്കുന്നില്ലേ? ഇല്ല, ഞാൻ അങ്ങയുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവിടുത്തെ അല്ലാതെ മറ്റാരെയും തിരഞ്ഞെടുക്കുകയുമില്ല. സെയ്ദ് വീണ്ടും പറഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൊച്ചു ബാലനെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ കൂടി വരുന്നവരോട് പ്രഖ്യാപിച്ചു, ജനങ്ങൾ
നിങ്ങൾ സാക്ഷികളാവുക. സെയ്ദിന്റെ പുത്രനാണ് ഞാൻ, അവന് എനിക്കും അവകാശപ്പെട്ടിരിക്കുന്നു. സെയ്ദിന്റെ പിതാവിന്റെ മുഖത്ത് സന്തോഷത്തിന്റെ പൂക്കൾ വിരിഞ്ഞു. ആഹ്ലാദത്തിലൂടെ, അതിലേറെ ആത്മസംതൃപ്തിയോടെ അവർ തിരിച്ചു പോയി. ഓ കൂട്ടുകാരെ, അടിമയായ ഒരു കൊച്ചു ബാലനെ പോലും സ്നേഹം കൊണ്ട് നിർമ്മിച്ച മതിൽക്കെട്ടിനുള്ളിൽ അവിടുത്തേക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വലിയ മാതൃകയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.